ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എഗെയിൻ നമ്മളൊരു സ്ട്രെസ് റിലീഫിംഗ് കണ്ടന്റുമായിട്ടാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ കാലാടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കണമെന്ന് ശബ്ദമെടുത്ത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്താണെങ്കിലും മാരാർജിയും പിഷാരടിയും തമ്മിലുള്ള വാക്പോരിലോട്ടും ശേഷമുണ്ടായിരിക്കുന്ന കുറേ സംഭവ വികാസങ്ങളിലോട്ടൊക്കെ നമുക്ക് പോകാം. അതിന് മുന്നേ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ബാലിഷിനെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, അതെ, ഗുരുവായൂരപ്പൻ എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു ഹിന്ദു MLA ഇല്ല, അപ്പം ഹിന്ദു MLA ആണ് വേണ്ടുന്നത്. പിന്നെ ഗുരുവായൂരപ്പൻ കുറേ നാളായിട്ട് പെട്ട് കിടക്കാണ്, ഗുരുവായൂരപ്പനെ രക്ഷിക്കാൻ വേണ്ടി വന്നേക്കുന്ന ഒരു വ്യക്തി. ഗുരുവായൂരപ്പൻ എൻ്റെ അടുത്ത് കെഞ്ചി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പച്ച വർഗീയതയൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ബാലിഷ്ണൻ. എന്താണെങ്കിലും ബാലിഷ്ണിനെതിരെ കേസായിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഹിന്ദു MLA പരാമർശം, പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് BJP സ്ഥാനാർത്ഥി V ഗോപാലകൃഷ്ണനെതിരെ കേസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവറ്റോൾക്ക് ഇതിനുള്ള ബുദ്ധി ഓൾറെഡി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മാരാർജി ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ രമേശ് പിഷാരടിയെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്കതൊന്ന് കേൾക്കാം. പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല, അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും. ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്കൊരു സീറ്റ് ചിലപ്പെട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കോൺഗ്രസിന് അയാളെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മുൻ വേദികളിൽ അയാൾ പോയിട്ടുണ്ട്. പിന്നെ ധർമ്മജൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച നടനല്ലേ, എന്താ ജനം വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ? അപ്പം ഈ രാഷ്ട്രീയം ഇതൊന്നുമല്ല. അതെ, നമ്മുടെ മാരാർജി പറയുന്നത് പ്രകാരം കൊമേഡിയൻ ആയതുകൊണ്ട് അങ്ങനെ വോട്ട് കിട്ടണം, അത് കണ്ടിട്ടാണോ ജനങ്ങൾ വോട്ട് കൊടുക്കേണ്ടത്? ഇപ്പം അതൊക്കെ പറയുമ്പോഴത്തേക്കിന് അപ്പം മാരാർജീനെ എന്ത് കണ്ടിട്ടാണ് വോട്ട് കൊടുക്കേണ്ടത്? മാരാർജി ബിഗ് ബോസിനകത്ത് മറ്റേ നാക്ക് അടിച്ചുകൊണ്ടേക്കുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ടാണോ മാരാർജി എല്ലാവരും വോട്ട് തരേണ്ടുന്നത്? മാരാർജി, നിങ്ങൾ ഇപ്പോഴും വഴിയെട്ടി പോകണം. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇത് ഹോട്ട്സ്റ്റാർ വഴിയായി ഇലക്ഷൻ നടക്കുന്നതെന്നുള്ളത്. നിങ്ങളുടെ ആ ഒരു ചിന്തകളൊക്കെ മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് രമേശ് പിഷാരടി കൊടുത്തേക്കുന്ന മറുപടി ഉണ്ടായിരുന്നു, നമുക്ക് അതൊന്ന് കേൾക്കാം. അഖിലിന്റെ ഒക്കെ കാര്യം, അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തെങ്കിലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളിനെ തിരിച്ചു പറയും. പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയേണ്ട. മാരാർജിനെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കണേ? ഇവിടെ വരുന്നതിനും പോകുന്നതിനും എല്ലാം നിന്നങ്ങോട്ട് കൊട്ടുകയാണല്ലോ. ഇവിടെ എവിടുന്നൊക്കെ ഇനി മാരാർജിക്ക് കൊട്ട് കിട്ടാനുള്ളത്? പണ്ടത്തെ ഒരു ചൊല്ലുണ്ട്, അടി മൊത്തം കിട്ടുന്നത് ചെണ്ടയ്ക്കും പൈസ മാരാർക്കും എന്നുള്ളത്. പക്ഷെ മാരാർജിയുടെ കേസിൽ അടി മൊത്തം കിട്ടുന്നത് മാരാർക്ക് തന്നെയാണ്. ഒരടി പോലും വെളിയിൽ പോകുന്നില്ല, ഒരടി പോലും പഴാവുന്നില്ല. വരുന്നവനും പോകുന്നവനും എല്ലാം അടിക്കുന്നത് മാരാറുടെ നെഞ്ചത്ത്. എൻ്റെ പൊന്നിടാവേ, ഇത്രയും വലിയൊരു ഗതികെട്ടൻ വേറെ ആരെങ്കിലും കാണും എൻ്റെ കർത്താവേ എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പം മാരാർജി മത്സരിച്ചേക്കുന്ന അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ അവിടുത്തെ ജനങ്ങൾ പോലും ഏത് മാരാറ് കോപ്പ് കൊടുക്കും ഞങ്ങൾ വോട്ട് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞേക്കുന്നത്. അവിടെ ഒരു ചേച്ചി പറയുന്നുണ്ട്, മാരാരോ? ഏത് മാരാര്? എനിക്കറിയില്ലല്ലോ, ഫോട്ടോ ഉണ്ടോ, ഒന്ന് കാണിച്ചു തരാമോ? അങ്ങനെ അവർ ചോദിക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലൂടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മാരാർജി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ കൊണ്ടൊന്നും നമ്മുടെ മാരാർജി തളരാൻ തയ്യാറായിരുന്നില്ല. ഇതിനുശേഷം പിഷാരടിക്ക് ഒരു മറുപടി മാരാർജി കൊടുക്കുന്നുണ്ട്. നമുക്കിനി അതുകൂടെ കാണാം സുഹൃത്തുക്കളെ. തൃക്കാക്കരയിൽ ഒരു നിശബ്ദ വിപ്ലവം നടന്നിരിക്കും, ഉറപ്പാണ്. അത് കറക്റ്റാണ്, നിശബ്ദ വിപ്ലവമായിരിക്കും. അത് ഒരു മനുഷ്യക്കൂച്ചു പോലും അറിയത്തില്ല, അവിടുത്തെ നാട്ടുകാരും അറിയത്തില്ല, വീട്ടുകാരും അറിയത്തില്ല, എന്തിനറിയാം മാരാർജി പോലും അറിയത്തില്ല. അതല്ലേ പറഞ്ഞത് നിശബ്ദ വിപ്ലവം, ഡയറക്ടർ ബില്യൻസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. വിപ്ലവം സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഈച്ചക്കുഞ്ഞെങ്കിലും അറിയും, പക്ഷെ അവരോട് ഒരാൾ പോലും അറിയത്തില്ല. കാര്യം എന്തുവാ? അങ്ങനെ ഒരു വിപ്ലവം അവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് നിശബ്ദ വിപ്ലവം എന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? മാരാർജി ആരാ പറഞ്ഞ മാരാർജിക്ക് ബുദ്ധിയില്ലെന്ന്? അതാണ് മാരാർജിയുടെ ബ്രില്യൻസ്, പിന്നല്ല. ബാക്കി പറ മാരാർജി. ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2020 എന്ന ഞാൻ പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സിനിമയിൽ നിന്നുള്ളവരും സീരിയലിൽ നിന്നുള്ളവരും ഒക്കെ സ്ഥാനാർത്ഥികളായി മാറുന്നൊരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ രീതിയിൽ അത് പരിഹാസ്യ രൂപേണ പല ആൾക്കാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും കൊണ്ടാടുന്ന കണ്ടു. ഇതിപ്പോൾ നമ്മുടെ കുറ്റമായോ? വോട്ടർ ലിസ്റ്റിൽ പോലും പേരില്ലാത്ത ആൾക്കാരെ പിടിച്ച് ഇലക്ഷൻ നടത്തിയത് നമ്മളാണോ? എന്നിട്ട് അവർ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, അവസാനം അവരുടെ ഫ്ലെക്സുകൾ തന്നെ വലിച്ചൂരിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. എന്നിട്ട് 10 രൂപയുടെ നാപ്കിൻ കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിൽ ഇന്ന് പൊട്ടിക്കരയുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും നിലപാടുകൾ മാറ്റി മാറ്റി പറയുന്ന മാരാർജിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വാളുമേന്തി നട റോഡിൽ നിന്നിട്ട് ഇങ്ങനെ തുള്ളുന്ന നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് ആൾക്കാർ സൂപ്പർ കിടിലെന്ന് പറയാനെ കൊണ്ട് ഇത് നോർത്ത് ഇന്ത്യ അല്ല, ഇത് കേരളമാണ്.
ജി അതാദ്യം മനസ്സിലാക്കണം. വ്യക്തിപരമായിട്ട് ഇപ്പം ബിഗ് ബോസ് വിജയായി അഖിൽമാരാർക്ക് മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്നും ചോദിച്ചുകൊണ്ട് ധാരാളം പേർ പറയുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആ പല ചോദ്യങ്ങൾക്കും പല ആൾക്കാരുടെ ചർച്ചകൾക്കും ഒരു മറുപടി എന്നോണം ഞാൻ പറഞ്ഞതാണ്. എന്താണ് അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടിയുടെ യോഗ്യത ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇപ്പം ഇന്ന് പറഞ്ഞതാണ് നാളെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നോക്കാം മാരാർജി എന്തൊക്കെയാണ് മാറ്റി പറഞ്ഞെന്നുള്ളത്. എന്താണെങ്കിലും ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം. നഗര കേന്ദ്രീകൃത മണ്ഡലമാണ്, അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫിഗർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ തോന്നുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം ഈ സെലിബ്രിറ്റി ഫിഗർ എന്ന് പറയുന്ന ഫിഗറിനോട് എനിക്ക് താല്പര്യമില്ല. കാര്യം മലയാള സിനിമയിൽ മഹാതാരമായ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ജില്ലാ സെക്രട്ടറിയോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതേ പാർട്ടിക്കാരും ഇവിടുത്തെ ജനങ്ങളും എല്ലാം കൂടെ ഒന്നടങ്കം ആ മഹാനടനെ ആക്ഷേപിച്ചെങ്കിൽ ഇവിടെ സെലിബ്രിറ്റികൾക്ക് ഒരു വിലയുമില്ല എന്നും ഇവിടുത്തെ മഹാനടന്മാരെ ജനം ഇങ്ങനെയാണ് രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഞാനൊക്കെ എത്രയോ കാലം കൊണ്ട് രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞിട്ടാണ് നമ്മളെ ആൾക്കാർ എതിർക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഒരു സെലിബ്രിറ്റിയുടെ വാല്യൂ. പക്ഷേ സെലിബ്രിറ്റി എന്നുള്ളതല്ല, ഇത് ഒരു ഫേസ് വാല്യൂ ആണ്. അതായത് ഒരു പോപ്പുലർ ഫേസസ് ആണ് ഞാൻ. ഇപ്പോൾ എനിക്ക് ഇറങ്ങി ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ നോക്കി കൈ കാണിക്കുന്നു, ചിരിക്കുന്നു. അത് മാത്രമാണ് ഒരു പ്ലസ്. വോട്ടാവോ? ഒരിക്കലും വോട്ടാവില്ല, ഒരിക്കലും വോട്ടാവില്ല. അതല്ലല്ലോ വോട്ടാവേണ്ടത്. എന്നെ ഒരാൾക്ക് തിരിച്ചറിയാമെന്നത് വോട്ട് കൊടുക്കാൻ പാടില്ല. എന്നെ ഒന്ന് കണ്ടാൽ ഒരാൾ വോട്ട് തരാൻ പാടില്ല. ഇന്നലകളിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ഇവിടുത്തെ സാമാജികർ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നും ഇയാളെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ കഴിയുമോ എന്ന് അവൻ ചിന്തിക്കണം. ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. അതാണ് ഇതാണ് നിലപാട്. ഇതാണ് പറയുന്നത് നിലപാടുകളുടെ സിംഗം രാജ്കുമാർ. അതാണ് നമ്മുടെ മാരാർജി. അതാണ് ഇത്. എന്നെ കിടിലൊരു നിലപാടാണ് മാരാർജി. അത് എന്നെ അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാലും വോട്ട് തരേണ്ട ആവശ്യമില്ല. ഒരു സെലിബ്രിറ്റി ഫേസ് ആണെന്ന് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതേ മാരാർജി പറയുന്ന അടുത്ത ക്ലിപ്പ് നമുക്ക് കാണാം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ചാനൽ വഴിയായാലും. അപ്പോൾ ഇന്ന ആളാണ് അഖിൽമാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടേക്കുന്ന ആൾക്കാർക്ക് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നു. ആരും ചിരിക്കല്ലേ, ചിരിച്ചാൽ പിന്നെ ചിരി നിർത്താൻ പറ്റൂലേ, അതുപോലത്തെ ഒരു മുതലായത്. കഷ്ടമുണ്ടാ എടി. ഇങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പാവാടാ മാരാർജി. ഇനി മാരാർജിയുടെ അടുത്ത ക്ലിപ്പ് കൂടെ നമുക്ക് കാണാം. ഈ പാർട്ടി മാറാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തെ ബേസ് ചെയ്തിരിക്കും. കാരണം എന്റെ ലക്ഷ്യം നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് കേരളത്തിൽ ഒരുത്തനും ആശയത്തിൽ ബേസ് ചെയ്തല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കൂ. ഈ 1900 ഒരു വിലയുമില്ല. ഇത് സത്യമാണ്. ഞാൻ പറഞ്ഞുതരാം. 1885 അലൻ ഒക്ടേവിയൻ ഹോം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു ലക്ഷ്യം. 1950 ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷം എന്താണ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം, എന്താണ് ലക്ഷ്യം? പറയാൻ മതേതരത്വം. ഇനി മതേതരത്വം പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മതേതരത്വം ഉണ്ടോ റിയാലിറ്റിയിൽ? ഇല്ല. CPM-നുണ്ടോ? ഇല്ല. സംവരണ സീറ്റിൽ ഇന്ന് വരെ അവർ പറയുന്നത് ഹിന്ദുത്വ ദേശീയ ബോധമാണ്. അവർ വൺ സൈഡാണ്. അവർ പറയുന്നത് അതാണല്ലോ. മാരാർജി എന്ത് നിങ്ങൾ ഇങ്ങനെ ഇന്നിപ്പം ഞാൻ NDAയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത പ്രാവശ്യം ഞാൻ ഇനി വേറെ ഏതെങ്കിലും പാർട്ടിയിൽ മത്സരിക്കും. അവിടെയും ഇതുപോലെ തോറ്റുപോയി കഴിഞ്ഞാൽ ഇനി അടുത്തടുത്ത് പോയി മത്സരിക്കും. മാരാർജിയുടെ ഒരു കാര്യം എന്നിട്ട് പറയുന്ന കാര്യം കേട്ടില്ല. അവിടെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതേതരത്വം അതൊക്കെ ഫുള്ള് ഉടായിപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ഈ മതം വെച്ചുകൊണ്ട് ഈ പറയുന്ന വർഗീയമായിട്ടുള്ള പച്ച വർഗീയതയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പേരിൽ ഇത്തരത്തിൽ കേസ് വന്നേക്കുന്നത് ഇതേ നിങ്ങളുടെ BJP-യിലുള്ള ആളുടെ പേരിലാണ്. അപ്പം തലമറന്ന് എണ്ണയാക്കണോ മാരാർജി? നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇപ്പൊ ഇതേ മാരാർജി തന്നെ പണ്ട് പറഞ്ഞേക്കുന്ന കാര്യമാണ്. BJP എന്ന് പറയുന്ന പാർട്ടിയാണ് ഇവിടെ വർഗീയത കൊണ്ടുവന്നത്, അവരാണ് ഇവിടെ വർഗീയത മൊത്തത്തിൽ വ്യാപിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞേക്കുന്ന മാരാർജിയാണ്. മാരാർജി ഇവിടെ പറഞ്ഞ പോലെ അന്ന് അങ്ങനെ പറഞ്ഞു. സോ വാട്ട്? ഇനി ഞാൻ ഇങ്ങനെ പറയുന്നു, നാളെ ഞാൻ മാറ്റി പറയുന്നു. ആർക്കെന്ത് ചെയ്തും ഇതിനെ ഒരു ചൊല്ലി പറയും. ഞാനിവിടെ പറയുന്നില്ല. മനസ്സിലാവേണ്ടുന്ന ആൾക്കാർക്ക് മനസ്സിലേക്ക് കാണും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. നിലപാടില്ലാത്തത് അവർക്കാണ്. ഞാൻ ഒരാളെയും പറഞ്ഞു പറ്റിക്കത്തില്ല. അത് മാത്രമായിരിക്കും തൃക്കാക്കര ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. ഇനി അങ്ങനെ ഞാൻ ഒരാളെ പറ്റിച്ചെന്ന് തോന്നിയാൽ ഞാനിനി ജയിച്ചൊരു MLA ആയിട്ട് നിങ്ങളെ മുന്നിൽ പിടിച്ചു നിർത്തി ചോദിക്കും. ഒരു അടി അടിക്കുന്നെങ്കിൽ അടിച്ചോ, ഒരു പ്രശ്നമുള്ള കാര്യങ്ങളിലൊന്നും. കാരണം എന്തിനാണ് ജനത്തെ പറ്റിക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. ദയവ് ചെയ്ത് നമ്മൾ ആരെയും പറ്റിക്കാതിരിക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതെ, അത് വളരെ കറക്റ്റാണ് മാരാർജി. ഇങ്ങനെ ഓരോ തവണയും നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാരാർജിനെ അപ്പോൾ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ തല്ല് ചോദിച്ചു വാങ്ങുകയാണോ? നിങ്ങൾ എനിക്ക് അറിയാൻ മേലാത്തിട്ട് ചോദിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഇലക്ഷന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇത്തരത്തിൽ ഓരോ സമയം നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പം ഈ കാണുന്ന പൊതുജനം എന്ന നിലയിൽ കണ്ട ഒരു നിലപാടില്ലാത്ത ഒരുത്തനാണ്. ഇപ്പോൾ ഒന്ന് പറയും, നാളെ മറ്റൊന്ന് പറയും, മീഡിയാസിന് മുന്നിൽ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. ഞാൻ അപ്പോൾ കാണുന്ന പാർട്ടി ഏതാണോ അതിൻ്റെ പുറകെ ഇങ്ങനെ ഞാൻ ഓടിച്ചാടി പോകുന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പം ആൾക്കാർ എന്ത് വിശ്വസിച്ച് മാരാർജിക്ക് വോട്ട് കൊടുക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇവറ്റോൾക്ക് ഇതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. ഈ മാരാർജി പണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ പറ്റി.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റുന്നതാണോ അതോ ഈ പാർട്ടിയിൽ കയറിയതിനു ശേഷം ബുദ്ധി ഇല്ലാണ്ടായി മാറുന്നതാണോ? എന്നാണെങ്കിലും മാരാർജി മറ്റു ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. കൃത്യമായിട്ട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരുപാട് നേതാക്കന്മാർ പിണറായി വിജയൻ പോലീസിൻ്റെ അടികൊണ്ടും നിരവധി മർദ്ദനങ്ങൾ ഏറ്റിട്ടും ജീവിതം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് രമേശ് പിഷാരടി ചെയ്തത്? അദ്ദേഹം ഒരു ഉറച്ച ഒരു കോൺഗ്രസ് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് ഒരു ജനത്തെ സേവിക്കാനുള്ള തീരുമാനമാണോ അതോ തൻ്റെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഒരു തീരുമാനമാണോ എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുള്ള ഒരു രൂപേണ പറഞ്ഞാണ്. ഇപ്പോൾ ഞാനിപ്പോൾ മത്സരിക്കാൻ വരുന്ന മണ്ഡലത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാവരും പറയുന്നത് തൃക്കാക്കര UDF-ൻ്റെ ഉറച്ചക്കോട്ടയാണ്. അപ്പോൾ UDF-ൻ്റെ ഉറച്ചക്കോട്ട NDA-ക്ക് നേടിയെടുത്ത് കൊടുക്കണമെന്ന ലക്ഷ്യത്തോട് ഞാൻ വരുമ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ധർമ്മടത്ത് പിഷാരടി മത്സരിച്ചിരുന്നെങ്കിൽ ഞാൻ അഭിമാനപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനെ ഞാൻ സ്വീകരിച്ചേനെ. അപ്പം അതേസമയം തൃപ്പൂണിത്തറയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് UDF-ൻ്റെ സിറ്റിംഗ് സീറ്റാണ്, ഒന്നുകിൽ തൃപ്പൂണിത്തറ അല്ലെങ്കിൽ പാലക്കാട്. അപ്പോൾ പാർട്ടിയോട് ഡിമാൻഡ് ചെയ്ത് തൻ്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഒരു സുരക്ഷിത മണ്ഡലം തേടി ഇവരൊക്കെ പോകുന്നത്. അല്ലാതെ ജനത്തിനോട് കൂറുകൊണ്ടാണെന്നോ ജനങ്ങളോട് സ്നേഹം കൊണ്ടാണെന്നോ ഞാൻ കരുതുന്നില്ല എന്നത് അങ്ങനെയാണ് ഞാൻ സൂചിപ്പിക്കാറുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളുടെയും ഇൻറ്റൻഷനാണ് ജനം തിരിച്ചറിയേണ്ടത്. നാടിന് വേണ്ടി സേവിക്കാൻ വേണ്ടി മനസ്സ് മാറ്റിവെച്ചിട്ടുള്ള ധാരാളം പേർ പല മേഖലകളിലുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തി രാഷ്ട്രീയ പാർട്ടിക്കാർ സീറ്റ് കൊടുക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, ഈ ഇൻറ്റൻഷൻ്റെ കാര്യം പറയുമ്പോഴേ ഈ പച്ച വർഗീയത പറഞ്ഞ് നമ്മുടെ ഗുരുവായൂരപ്പ എന്നെ വിളിച്ചിട്ട് ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് പോരാടണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ ബാലകൃഷ്ണൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വോട്ട് പിടിക്കാൻ നിൽക്കുന്ന അവരുടെ ഇൻറ്റൻഷൻ അതെന്താണ് മാരാർജി അതൊന്ന് വ്യക്തമായും ശക്തമായും നമ്മുടെ മുന്നിൽ പറയണം. മാരാർജി അത് പറഞ്ഞേ പറ്റുള്ളൂ, മറ്റാർക്കും അത് പറയാൻ പറ്റില്ല. ജിക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉള്ളതാണ്. കാര്യം പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള ഈ പോലീസ് സേനയിലുള്ള എല്ലാവരുമല്ല, ചില ആളുകളുണ്ട് പോലീസിൻ്റെ വേഷമിട്ടേക്കുന്ന ചില പോലീസ് കാക്കിയിട്ട് ചില ഗുണ്ടകളുണ്ട്. അവരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു നടപടിയോ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് ഉള്ളൊരു കാര്യത്തിൽ ഞാൻ പൂർണ്ണമായി 110% ഞാൻ യോജിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇവിടെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സീരിയസ്ലി പറയാമല്ലോ, പറയുമ്പോൾ നമ്മളെല്ലാം പറയണം അല്ലേ? ആ ഒരു കാര്യത്തിൽ ഇങ്ങനത്തെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന് ശേഷം അടുത്ത ചെസ്റ്റംബറിൻ്റെ കുറച്ച് ലീലാവിലാസം കൂടെ നമുക്ക് കാണാം. ആരാ പറഞ്ഞ ചേച്ചിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന്? റിയൽ ലൈഫിൽ എന്ത് കിടിലായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ആൻറ്റിയുടെ അടുത്ത് പോയി കടയിൽ കയറി തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മേ എനിക്ക് തന്നെ വോട്ട് തരണം കേടെന്ന് പറയാൻ വരാം. അമ്മ നീ ഏതാടി കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഈദാശംസകൾ കേട്ടോ. താങ്ക് യു സന്തോഷം. ശരി, നമ്മുടെ കോർപ്പറേഷൻ പരിഗണിക്കുന്ന ഇപ്പോൾ BJP ഉണ്ടല്ലോ. ഇത് BJP-യിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം വോട്ട് പിടിക്കൽ പരിപാടിയാണ് കേട്ടോ. മുമ്പ് നമ്മുടെ മറ്റേ ഉണ്ടല്ലോ, സുരേഷ് ഗോപി, നമ്മുടെ ഗോപിച്ചേട്ടനാണെങ്കിൽ ഇതുപോലെ തൃശ്ശൂർ ഇതുപോലെ മുസ്ലിം പള്ളികളിൽ ചെന്നിട്ട് അവിടെ പോയിട്ട് ഒപ്പം ഇരുന്നുകൊണ്ട് വോട്ടൊക്കെ ചോദിക്കുന്ന പരിപാടികൾ, മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിക്കുന്ന പ്രഹസനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം പ്രഹസനം നമ്മൾ ഇവിടെയും കണ്ടു. എൻ്റെ പൊന്നടാവേ, ഇത് ഇവരുടെ വെറും പരിപാടിയാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഇതേ തന്നെയാണ് പിന്നീട് പറഞ്ഞേക്കുന്നത്, എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ഉന്നത കുല ജാതനായിട്ട് തന്നെയാണ് എനിക്ക് ജനിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ മനസ്സിൽ ഇതുപോലത്തെ കുറെ കെടുമ്പ് കൊണ്ട് കിടക്കുന്ന കുറച്ച് ആൾക്കാരാണ്. എന്നാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഒരു മനുവേട്ടായുടെ ഒരു ചാനൽ ചർച്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എൻ്റെ പൊന്നോ ചിരിച്ചുള്ള ഊപ്പാട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളിത് കാണുക. കാര്യം ചിലപ്പോൾ തൊണ്ട കയറാൻ ചാൻസ് ഉണ്ട്. അതെന്താണെങ്കിലും നമുക്കതൊന്ന് കാണാം. BJP-യുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? മനുവിന് അറിയുമോ? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ തൃപ്പൂണിത്തുറയിൽ? എനിക്കറിയാം. മനുവിന് അറിയുമോ? എനിക്കെന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണ് അത്? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ടായി. ഒരു മാധ്യമ പ്രവർത്തകൻ അറിയില്ലെങ്കിൽ എനിക്കറിയാം. BJP-യുടെ കാൻഡിഡേറ്റ് ആരാണെന്ന് എനിക്കറിയാം. അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയേണ്ടതേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJP-യുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് വന്നിട്ട് അറിയില്ലെങ്കിൽ പറയണ്ട. BJP-യുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. BJP-യുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? ഞാൻ ചോദിട്ടെ, NDA മുന്നണിയിൽ ഉള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു, അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയണ്ടെന്ന്. നിങ്ങൾ ഇത്രയും വസ്തുത ഏറ്റവും ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുന്നത് വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു പറ. അത് ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ആ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ സ്ഥാനാർത്ഥിയുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് റിപ്പോർട്ടുണ്ട്, വിളിച്ചു ചോദിച്ചാൽ
എന്റെ ചോദ്യം തൃപ്പൂണിത്തറയിൽ BJPയുടെ NDAയുടെ കാൻഡിഡേറ്റ് ആരാണ്? സൗണ്ട് കേട്ടോ. BJP ഓ കേൾക്കണില്ലോട്ടോ. എന്താ പറഞ്ഞു? എനിക്ക് എന്താ കേൾക്കണില്ല, മനസ്സിലായില്ല. എന്താ പറഞ്ഞ എന്റെ മനുവന്ന ബാക്കി പറ. പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഞാൻ ആര്യ, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരിട്ടിങ്ങ് ചോദിച്ചാൽ മതി. അതിന്റെ ഇടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാമെന്നുള്ള ചോദ്യം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന, ഇവിടെ നിരവധി തവണ പത്രസമ്മേളനം നടത്തിയ, നിങ്ങളുടെ തന്നെ ചാനലിൽ ബൈറ്റ് കൊടുത്ത ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ അത് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. അത് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDAയുടെ സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ മനുവണ്ണ, ഇവിടെ സ്വന്തം സ്ഥാനാർത്ഥികൾ ആരെന്ന് പോലും ഇവറ്റോൾക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവറ്റോൾക്ക് ഇതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. കിടന്നങ്ങ് മെഴുകുകയാണെന്നേ, ആരാണെന്ന് അറിയത്തില്ല. ഇത് ഞാൻ ആലോചിക്കുന്നു, ഇവര് മറ്റേ വോട്ട് കുത്താൻ പോകുമ്പോഴത്തേക്കിന് ഇനി ചിഹ്നം മാറിയല്ല ഇവരെ കുത്തുക. എനിക്ക് അതറിയാത്ത കാര്യം, ഇവറ്റോൾക്ക് അതിനുള്ള ബുദ്ധിയോ ഉള്ളടേ. ശരിയല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് നോർത്തിൽ നിന്ന് തുണിയില്ലാത്ത കുറച്ച് ടീംസിനെ ഇങ്ങോട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. തുണി ഇല്ലാതെ ഇറങ്ങിയേക്കാണ്, നമുക്ക് കാണാം. UP വന്നതാണ്. എന്തായാലും ഇവിടുത്തെ BJP നേതാക്കളെ കാണണമെന്നാണ് പറയുന്നത്. മാത്രമല്ല BJPക്ക് ജയം നേടാൻ വേണ്ടി UP മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്നാണ് പറയുന്നത്. യോഗിയുടെ ആളാണ് പറയുന്നത് അല്ലേ? आप कहाँ से? उत्तर प्रदेश. आशीर्वाद देने के लिए BJP को बहुत वोटों से जीत होगा BJP का. इधर BJP को नई सीट्स जस्ट टाइम सीट हो जाएगा. हाँ, सन 2026 अपनी BJP रहेगी. ഇത്തവണ എന്തായാലും BJPക്ക് സീറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ പറയുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഈ ഡ്രസ്സൊന്നുമില്ലാത്ത സ്വാമിമാരില്ലേ, അങ്ങനത്തെ ഒരു സ്വാമിയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അഘോരി. ഇവർ ബാക്കിലിരിക്കുന്നവർ വസ്ത്രമൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രണ്ടിലിരിക്കുന്ന സ്വാമിക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ല. കാണിക്കല്ലേ അത് സെൻസർ ചെയ്യേണ്ടി വരുവേ. കഷ്ടമുണ്ട്. BJPയുടെ പ്രചരണം നടത്താൻ വേണ്ടി അങ്ങ് തുണിയില്ലാത്ത ആൾക്കാരെ വരെ ഇറക്കിയേക്കാണ്. 10ാം സിനിമയിൽ നമ്മുടെ ദീപിക പദകോൺ മറ്റേ കാവ്യ കളറുള്ള ബിക്കിനി ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇമാർ എന്തോരം പ്രശ്നമായിരുന്നു. ഇവിടെ തുണിയില്ലാതെ ഒരാൾ പ്രചരണത്തിന് വന്നിറങ്ങിയേക്കാണ്. ഇപ്പം അഗോരി അതെന്നും പറഞ്ഞ കുറേ ആൾക്കാർ വേറെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറയായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു വായിൽ 2 വർത്തമാനം പറയുന്ന ടീംസാണ്. പിന്നെ അത് തന്നെയാണ് നമ്മുടെ ജിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മാരാർജിയും. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചെസ് നമ്പറിനെ നമുക്കത് കാണാം. നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരും നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, തുറന്നു പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. മറ്റേ വീണ നായറിനെ മാറ്റിയിട്ട് വന്നേക്കുന്ന പുള്ളിക്കാരിയാണ്, ഇൻഫ്ലുവൻസർ ആണെന്നങ്ങാണ്ടാണ് ഇങ്ങനെ കേട്ടുകേൾവിയൊക്കെ ഇങ്ങനെ കേൾക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറ്റിയവൾക്ക് ഇതിനുള്ള ബുദ്ധിയേ ഉള്ളു. കേന്ദ്ര സർക്കാരാണ് ഈ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നോർത്തോട്ടൊക്കെ പോയി നോക്കണം, എന്തുകൊണ്ടാണ് അവിടെ എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യമില്ലാതെ സ്കൂളുകൾക്ക് പകരം ആരാധനാലയങ്ങൾ ഇവർ പൊക്കിപ്പണിതുകൊണ്ടിരിക്കുന്നത്. അവിടെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിയും വിവരം വെച്ചിട്ട് BJPക്ക് കുത്തൂല എന്നുള്ളത് അവർക്കറിയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർ പോയി BJP ഈ ചാണകത്തിൽ പോയി ചവിട്ടുകൂടി ഇല്ല. അതല്ലേ കേരളത്തിൽ ഇതുവരെ താമര വിരിയാത്തത് അല്ലേ? പിന്നെ എഡ്യൂക്കേഷൻ അവിടെ സെൻട്രലിൽ നിന്ന് കൊണ്ടുവന്നത് നമ്മളത് വെറുതെ പേര് തട്ടിയെടുക്കുകയാണെന്ന്. ഇവിടെ അല്ലെങ്കിലും ആരാൻ്റെ കൊച്ചിന് പിതൃത്വം കേൾക്കുന്ന പരിപാടി അല്ലേടെ ഇവിടെ BJP ഇവിടെ ചെയ്തിട്ടുള്ളത്. ബൊത്ത് വിഴിഞ്ഞത്തെ പരിപാടിയാണെങ്കിലും ഈ നാഷണൽ ഹൈവേയുടെ ഇതാണെങ്കിലും ഒക്കെ തന്നെ ഇതിൻ്റെ ആരാൻ്റെ കൊച്ചിന് പിതൃത്വം കേൾക്കുന്ന പോലത്തെ പരിപാടിയാണ് അവർ ചെയ്യാറുള്ളത്. എന്നിട്ട് വന്ന് പറയാണ് ഇതൊക്കെ ആരാ ചെയ്തത്? സെൻട്രലാണ് ചെയ്തത്. പിന്നെ വേറെ സാധനങ്ങളുണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞോ അല്ലയോ എന്നാണ് എനിക്കറിയത്തില്ല. നമ്മുടെ മോദിജീനെ ട്രോളിക്കൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ക്രിയേറ്റർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇസ്രായേലിലൊക്കെ പോകുമ്പോഴത്തേക്കിന് അവരുടെ അടുത്തൊക്കെ യു ആർ സച്ച് എ ഹറാസ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് മോദിജിയുടെ ക്യാരക്ടർ പുള്ളി മേ സച്ച് എ ഹറാസ്മെന്റ് എന്നൊക്കെ പറഞ്ഞു ട്രോളിക്കൊണ്ടിട്ടേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ജി ഇതുപോലെ ആൾക്കാരെ ഇങ്ങോട്ട് നിർബന്ധിച്ച് ഇതുപോലെ കെട്ടിപ്പിടിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രോളിക്കൊണ്ടിട്ടാണ് മെറ്റ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ മോദിജീനെ ട്രോളിക്കൊണ്ടോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഈ നാട്ടിൽ, അതായത് നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. മെറ്റ അപ്പം തന്നെ അത് റിമൂവ് ചെയ്ത് കളയും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഇനി മുതലില്ല. ഓക്കെ, നമുക്ക് മോദിജീനെ വിമർശിക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തെ കാറ്റിപ്പറത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു അങ്ങനെ ഒരു കണ്ടന്റ് റിമൂവ് ആക്കി കളഞ്ഞേക്കെന്ന് പറഞ്ഞേക്കുന്നത്.
എത്ര മനോഹരമായിട്ടുണ്ട്. അതിനി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇന്നിപ്പം നമുക്ക് പിണറായി വിജയൻ സർക്കാരിനെ അതുപോലെ കോൺഗ്രസിനെ ഒക്കെ നമുക്ക് വിമർശിക്കാം, എന്ത് വേണേലും നമുക്ക് പറയാം, ഒരു പ്രശ്നവും ഇല്ല. കാര്യം നമുക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. തെറ്റ് കണ്ടാൽ തെറ്റിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇപ്പം ശബരിമല കേസിൻ്റെ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ കേസിനും നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഇവരെ വിമർശിക്കാം. പക്ഷേ BJP ആണേലോ മിണ്ടാൻ പറ്റൂല, ഇങ്ങനെ ഇരുന്ന് വീഡിയോ പോലും ചെയ്യാൻ പറ്റൂല. അതാണ് അവസ്ഥ. അതൊക്കെ നേരെ ഒന്ന് റിമൂവ് ആക്കി കളയും. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.